ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ദിവസമൊന്നും പിടിച്ചില്ല. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് മഞ്ഞളൂടെ ഞങ്ങൾക്ക് പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ചുവടൊന്നും കാണുന്നില്ല. ചുവട് തപ്പിപ്പിടിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് മഞ്ഞൾ ഇന്ന് വെയിലുണ്ട്, കുറച്ച് ദിവസമായിട്ട് വെയിലില്ലായിരുന്നു, ഇപ്പോൾ വെയിലുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കൂടെ പറിച്ചിട്ട് നമുക്ക് വെയിലത്ത് വെക്കണമെന്ന് ഓർത്തിരിക്കുക, പുഴുങ്ങി റെഡിയാക്കിയിട്ട്. ഈ കമ്പി അല്ലാണ്ട് എളുപ്പം പണി നടക്കും. ഒത്തിരി മഞ്ഞളില്ലല്ലോ, കുറച്ചേ ഉള്ളൂ, ഒട്ടുമില്ല കേട്ടോ. അവിടെ ഉണ്ടോ? നമ്മൾ നടുന്നതല്ല, തന്നെ കിടന്ന് കിളുക്കുന്നതാണ്. കുറച്ചല്ലേ ചുവട്, ഓരോ ചുവട് കണ്ടുപിടിച്ചിങ്ങനെ എടുക്കണം. എവിടെ പോയി എങ്ങനെ പോയി മൊത്തം ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. പക്ഷെ അവിടെ വരാൻ ഇച്ചിരി പാടായിരിക്കും. അത് ആ തൂമ്പ കൊണ്ടൊന്ന് മാറ്റിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ തൂമ്പ. എല്ലാം പറിക്കുമ്പോൾ സമയം കഴിഞ്ഞാണ്ടാണ് മൊത്തം. അത് മൊത്തം ഇനി കിളുത്ത് വരുമ്പോഴേ ഇനി കാണത്തുള്ളൂ. ഇല്ല, കിളുത്ത് വരണം ഇനി. നമുക്ക് മറ്റ് മഞ്ഞൾ അടിയിലേക്കാണ്. ഒറ്റ പ്രാവശ്യം ഒരു ചുവട് കൊണ്ടാണ് കുഴിച്ച് വെച്ചാൽ പിന്നെ അത് നിരന്ന് കടന്ന് പറമ്പ് മുഴുവൻ ഇപ്പം മഞ്ഞളുടെ സമയമാകും, മഞ്ഞളാവും. ഇനി നമുക്കൊന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയാണ്. എവിടേക്ക് ഇത് മഞ്ഞളതെ, ഇത് മഞ്ഞളല്ലേ, മഞ്ഞള തപ്പി കണ്ട് ഇവിടെ ഉണ്ടേ. കണ്ട അതെ, ഇത് കണ്ടോ, ചെടിയുടെ ഇടക്ക് കിളുത്ത് നിൽക്കുന്നതുകൊണ്ട് കണ്ട പറിക്കാനും ഭയങ്കര പാടാ. പറിച്ചില്ലേ അത് ഇതായി പോകും, പിന്നെ അത് കിളുത്ത് കയറി. ഇനിയും തപ്പി പിടിക്കണമെന്ന് തോന്നുന്നു. മഞ്ഞൾ ഇങ്ങനെ ഇലയൊക്കെ കളഞ്ഞത് കൊണ്ട്. ഇത് മഞ്ഞളാ കേട്ടോ. ഇതൊക്കെ പറിച്ചെടുക്കണമെങ്കിൽ ഒരു ഇത് കണ്ട, ഇത് കണ്ട, ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയാന്ന് ആ തടി വീണ് കിടന്നിട്ട് അതിൻ്റെ ഇടക്കൊന്ന് കിളുത്ത് കയറി വന്നു. ഇല്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമം. ഇതിപ്പോൾ തന്നെ കിടന്നിട്ട് അതിനും കിളുത്ത് കയറി വരുന്നതുകൊണ്ട് മഞ്ഞളിൻ്റെ ഇത് അറിയത്തില്ല. അതുകൊണ്ടാണ് വേണ്ട അവിടെ കിടക്കട്ടെ എന്നൊക്കെ ഓർക്കുന്നത് അല്ലേ. തന്നെ ഒരു വളവും ചെയ്യാതെ ഒന്ന് കുഴിച്ചു പോലും വെക്കാതെ ഉണ്ടായി തരുമ്പോൾ അതിൻ്റെ വിഷമം അറിയത്തില്ല. ഉണ്ടോ, ഒരു ചുവട് മഞ്ഞൾ ഇത്രയും കിട്ടി. വേണ്ടെന്ന് വെച്ചാലും പിന്നെയും പറിച്ചെടുക്കും. കാരണം ചുമ്മാ കിട്ടുന്ന സാധനം നമ്മൾ കളഞ്ഞാൽ അതിൻ്റെ പിന്നെ കിട്ടിയില്ലല്ലോ. ഇതെല്ലാം എടുത്ത് സ്വരുക്കൂട്ടി ഉണക്കി വെക്കണം. അടുത്ത മഞ്ഞളിൻ്റെ ചുവട് തപ്പി വന്നതാണ്. കണ്ടോ,
കാട്ടിനകത്താണ്. ഇവിടെ ഉണ്ട്. ഇത് മഞ്ഞൾ, ഇത് അവിടെ ഉണ്ട് കേട്ടോ ഒരു ചുവട്. ഇതിലേറെ മണ്ണുണ്ടല്ലോ. ഒരു ചുവടാന്ന് പറഞ്ഞാൽ കൊട്ടയെടുത്തല്ലോ. കൊട്ടയെടുക്കല്ലേ. തീർന്നോ? ഇനിയുണ്ട്. ഒരു ചുവട് മണ്ണടി എന്നാണ് പിന്നെ ഈ പറിച്ചോണ്ടിരിക്കുന്നത്. തീരാറായില്ല. ഇളകിയ മണ്ണൊക്കെയാണ് നന്നായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. വളവും വേണ്ട, ഒന്നും വേണ്ട. ഇനി മതി, അവിടെ കിടന്ന് കിടക്കട്ടെ. കണ്ട, 2 ചുവട് മഞ്ഞളേ പറിച്ചുള്ളൂ. ഇവിടുന്ന് അവിടുന്ന് ഇത്ര ഉണ്ട്. കണ്ട, ഇല്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമം. ഒരു ചെറിയ മഞ്ഞളിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അറിയാം അതിൻ്റെ വിഷമം അല്ലേ. അടുത്ത് തപ്പി പിടിക്കാൻ വന്നതാണ്. ഇല മാത്രം കണ്ടു വിട്ട് കിടക്കുന്നു. പക്ഷെ ചുവട് എവിടെയാണെന്ന് നോക്കി വന്നപ്പോഴാണ് ഇത് കണ്ടോ. ഇത്തിരിയെങ്കിലും ഇല കിടന്നുകൊണ്ട് കിട്ടി. ഇവിടെ ഇങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇത് ഒരു ചുവട് മഞ്ഞളാണ് നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയാണ് അത്ര. കണ്ട, ചുവട്ടില്ല മഞ്ഞൾ നിന്നതെന്നൊന്ന് നോക്കിയേ. കണ്ട, റോസയാണ്. അതിൻ്റെ ചുവടാണ് ഇപ്പോൾ കുത്തി ഇളക്കി ഞങ്ങൾ മഞ്ഞളെടുത്തത്. നമുക്കൊന്ന് ചുമ്മാ ഒന്ന് മുടിച്ചു കൊടുത്തേക്കാം, അത് പോയാലോ. അടുത്ത തപ്പം വന്നപ്പോൾ ഇതുണ്ടോ നമ്മുടെ ചീര, കെയിലോ അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയത്തില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും വളർന്നിട്ടുണ്ട്. വിത്ത് ഉണ്ടാവുക എന്നറിയാനായിട്ട് ഇങ്ങനെ നിർത്തിയേക്കും. അല്ലെങ്കിലും കളയുന്നില്ല, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. കണ്ടോ, ചെറുതും നിപ്പുണ്ട്, വലുതും നിപ്പുണ്ട്. നോക്കാം നമുക്ക്. ഞങ്ങൾ 2-3 ഇലയൊക്കെ എടുത്ത് തോരനൊക്കെ വെച്ചു. പക്ഷെ എന്നിട്ടും നന്നായിട്ട് ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. നല്ല ഭംഗിയല്ലേ അതിൻ്റെ ഇലയുടെ ഈ സൈഡും ഇതൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. ഞൊറിഞ്ഞ് വെച്ചേക്കുന്ന കൂട്ട. അതിൻ്റെ താഴെ നിൽക്കുന്ന ആരാന്ന് നോക്കിയേ, ക്യാരറ്റ്. അതും ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. ഈ ആപ്പിളൊന്നും നിങ്ങൾ നോക്കിയേ, എന്തേലും കേടുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയൊന്ന് ചുമ്മാ ഒന്ന് കടിക്കാമെന്നോർത്ത് ഓടിയതാണ്. ഓടിച്ചെന്നതേക്കാം മുറിച്ചപ്പോൾ നോക്കി ഇതിൻ്റെ അകം കണ്ടോ. പുറം കണ്ടാൽ എന്തേലും കേട് പറയുമോ? ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമുക്ക് വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല. കണ്ടോ, ഇന്നടത്ത് ചെറിയ വേഗമുള്ളൂ.
നമ്മൾ ഇന്നലെ പുഴുങ്ങി വെച്ച മഞ്ഞളാണ്. നമുക്കിത് ഒരു ഷീറ്റാണ്, കണ്ടോ, തകര ഷീറ്റാണ്. അതിൻ്റെ പുറത്ത് നമുക്കൊന്ന് ഇട്ട് നോക്കാം. കാര്യം അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പുറത്തിടാമെന്ന് പറഞ്ഞ് വന്നത്. നമ്മൾ ഇന്നലെ ഉണങ്ങി വെച്ചതാണ്, അല്ല ഉണങ്ങിയത് പോട്ടെ, പുഴുങ്ങി വെച്ചതാണ്. കണ്ടോ, പുഴുങ്ങി വലിയ കലമായിരുന്നു. വലിയ കലത്തിൽ പുഴുങ്ങി വാരി വെച്ച് വന്നപ്പോൾ നേരം വെളുത്തപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് വിരിച്ചിടാം. തകര ഷീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഒന്ന് പ്രതീക്ഷിക്കാം, ചുമ്മാ ഇരിക്കില്ല, അതിൻ്റെ പുറത്തിടാന്ന് ഓർത്ത്. നമുക്കൊന്ന് നോക്കാം ആകുമ്പോൾ എത്രയും പെട്ടെന്ന് ഉണങ്ങും. നമുക്ക് അറിയാമല്ലോ, ഷീറ്റല്ലേ, നല്ല ചൂട് പിടിക്കുമല്ലോ, അതുകൊണ്ട് ഉണങ്ങി കിട്ടും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ട്. എത്ര ദിവസമാവും നമുക്കൊന്ന് നോക്കാം. നമ്മൾ രണ്ടാമത്തെ ദിവസം ഇട്ടിട്ടുണ്ട്. നല്ല ചൂടാണ്, രാവിലെ തന്നെ നല്ല ചൂടാണ്. അപ്പോൾ എത്ര ദിവസം പിടിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടോ, രണ്ടാമത്തെ ദിവസമാണ് ഇട്ടേക്കുന്നത്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇത്ര വലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായപ്പോൾ നോക്കി, നല്ല ചൂടാകട്ടോ, ഭയങ്കര വെയിലാണ്. അപ്പോൾ നോക്കാം നമുക്ക് എത്ര ദിവസം പിടിക്കുമെന്ന്. നമ്മളിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് മഞ്ഞളിടുന്നത്. ഒന്നും ആയിട്ടില്ല, എന്നാലും വലിയൊരു കലം നിറച്ചുണ്ടായിരുന്നത് ചെറിയൊരു കവറിനകത്തേക്കായി, അത്രയും ആയി. ഇനി ഉണങ്ങി വരുമ്പോൾ ചെറിയൊരു ഡെപ്പക്കകത്ത് കൊള്ളാനുള്ളത് കാണത്തോളം തോന്നുന്നു. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മഞ്ഞളെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയല്ലേ. നമ്മൾ ഉണക്കി മിക്സിക്കകത്താണ് ഞാൻ പൊടിക്കുന്നത് കേട്ടോ. ഞാൻ മിക്സിക്കകത്ത് പൊടിച്ച് ആവശ്യമുള്ളത്ര ഒരു ചെറിയ കുപ്പിയുടെ അത്രയും പൊടിച്ച് വെക്കും. അത് തീരുമ്പോൾ അടുത്തത് പൊടിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എത്ര ദിവസം വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. 5 ദിവസം കൊണ്ട് മഞ്ഞൾ നന്നായിട്ട് ഉണങ്ങി കിട്ടി കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ മഞ്ഞൾ. നമ്മൾ ആദ്യം വെച്ച മഞ്ഞൾ എല്ലാവരും കണ്ടതല്ലേ. അവസാനമായപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു മുറത്തി കൊള്ളാവുന്ന അത്രയും പോലും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് പൊടിക്കുകയും കൂടെ ചെയ്യാം. അതും കൂടെ കാണണ്ടേ, പൊടിയും കൂടെ കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ മിക്സിയിലാണ് പൊടിക്കുന്നത്. നമുക്ക് ഇച്ചിരി എടുത്ത് പൊടിക്കാം. അതിൽ നിന്ന് ഇത്രയും മഞ്ഞൾ എടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് പൊടിക്കാം. നമ്മുടെ സാധാ മിക്സിയെ പൊടിച്ച് മഞ്ഞൾ കണ്ടോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചെടുക്കുന്നത് ഇതുപോലത്തെ അരിപ്പയില കേട്ടോ. കാര്യം നല്ല പൊടിയായിട്ട് കിട്ടണ്ടേ, അതുകൊണ്ട് ഇതിലിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഒരു 2-3 തവണ പൊടിക്കണം കേട്ടോ, എന്നാലേ പൊടിഞ്ഞ് കിട്ടുള്ളൂ. കണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള, ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് പറമ്പിൽ നിന്ന് നട്ട് അത് ചെറുതായിട്ട് പുഴുങ്ങി ഇതുപോലത്തെ വെയിലുള്ളപ്പോൾ നമുക്ക് ആവശ്യത്തിന് പൊടിച്ച് വെക്കാം. അപ്പം നമുക്ക് ഒന്നുകൂടെ പൊടിച്ചിട്ട് വരാം. അടുത്ത തവണ നമ്മൾ പൊടിച്ചപ്പോൾ ഇത്രയും പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അരിച്ചെടുക്കാം. അപ്പം നമുക്ക് ഒരു 2-3 മാസത്തിനുള്ള മഞ്ഞൾപ്പൊടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് ഇതാണ്. വേസ്റ്റ് എന്ന് വെച്ചാൽ ഇനി നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഇത്രയും കിട്ടിയത് കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇത് പൊടിക്കുന്നില്ല, ആവശ്യമുള്ളപ്പോൾ ഇത് പൊടിച്ചെടുക്കാം. സ്വന്തമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഇതുപോലെ പൊടിച്ച് വെക്കാൻ പറ്റി എന്തൊരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്ക്. പറ്റാവുന്നവരൊക്കെ ഒന്ന് നട്ടൊക്കെ നോക്ക്. നട്ട് ഇതുപോലെ വെയിലുള്ള സമയത്ത് പറിച്ച് പുഴുങ്ങി ഉണക്കിയൊക്കെ എടുത്താൽ നമുക്ക് മനസ്സുകൊണ്ട് നല്ല സന്തോഷം കിട്ടും. വേറൊന്നുമല്ല, സ്വന്തമായിട്ട് മഞ്ഞളൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സന്തോഷം വേറൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ ബായ്.